നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു വിഷയവുമായിട്ടാണ്. മുലയൂട്ടൽ. ലോക മുലയൂട്ടൽ വാരാഘോഷം ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തപ്പെടുകയാണ്. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതിയും ചേർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള 170 രാജ്യങ്ങളിലായി ഈ പദ്ധതി നടപ്പിലാക്കുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ഉള്ള ഒരാഴ്ചക്കാലം ഇത്ര വിപുലമായ ആഘോഷം നടത്തുന്ന ഒരു വിഷയം അല്ലേ? അതെ, ഈ വിഷയത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് മുലയൂട്ടൽ എന്ന വിഷയം. ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെ വേണ്ടുന്ന ഒരു ഭക്ഷണമാണ് മുലപ്പാൽ. അത് 2 വയസ്സിനുള്ളിൽ ആ മുലപ്പാൽ ലഭിക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ആഹാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാനോ ജനങ്ങളെ ഓർമ്മപ്പെടുത്താതിരിക്കാനോ പറ്റില്ല. 9 മാസം അമ്മയുടെ വയറിനുള്ളിൽ സുഖമായി ജീവിച്ചിട്ട് പുതിയൊരു ലോകത്തേക്ക് വരികയാണ്. പുതിയൊരു ലോകവും പുതിയൊരു സാഹചര്യവും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ ഒരു കുഞ്ഞിന് വളരെ പ്രയാസമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ പാല്, മഞ്ഞപ്പാൽ അഥവാ കൊളസ്ട്രം എന്നത് കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ സാഹചര്യത്തിൽ കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടണമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ആദ്യത്തെ ആ മഞ്ഞപ്പാൽ ലഭിക്കണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടി അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ പാല് ചെല്ലുകയും കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി നേടുകയും വേണ്ടത് ആ കുഞ്ഞിൻ്റെ ജീവന് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതുമൂലമാണ് ഞങ്ങളെപ്പോലുള്ളവർ മുലപ്പാൽ നൽകൂ എന്ന് വീണ്ടും വീണ്ടും ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. ഈ ഒരാഴ്ചക്കാലം അങ്കണവാടിയിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും പൊതു ഇടങ്ങളിൽ പോസ്റ്ററുകൾ പതിപ്പിക്കലും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങളും മറ്റും നൽകേണ്ടതായിട്ടുണ്ട്. അങ്കണവാടിയിലെ ടീച്ചർമാർ നിങ്ങളെ ക്ലാസ്സിന് വിളിക്കുമ്പോൾ പൊതുജനങ്ങളൊക്കെ ചെല്ലണം, ക്ലാസ്സിൽ പങ്കെടുക്കണം. ആ കിട്ടുന്ന വിവരങ്ങളൊക്കെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി പങ്കുവെക്കുകയും ഗർഭിണികളും പാലൂട്ടുന്ന അമ്മമാരും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു വിലയേറിയ ആഹാരമാണ് മുലപ്പാൽ എന്നത്. ഈ മുലപ്പാൽ വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ വളരെയേറെ അമൂല്യമായതുമായ ഒരു ആഹാരമാണ് മുലപ്പാൽ എന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ ദാനമായി കിട്ടുന്നതല്ല മുലപ്പാൽ. അത് അവൻ്റെ അവകാശമാണ്, അത് ഔദാര്യമല്ല. അതുകൊണ്ട് അവകാശമായത് ആ കുഞ്ഞിന് ലഭിക്കണമെന്നുള്ളത് നമ്മളും ഉറപ്പാക്കേണ്ടതുണ്ട്. അതുമൂലം നമ്മൾക്കറിയാവുന്നവരോടും മറ്റും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മയ്ക്ക് വേണ്ട സഹകരണ സൗകര്യങ്ങൾ ചുറ്റുപാടുമുള്ളവർ, വീട്ടിലുള്ളവരൊക്കെ ചെയ്തു കൊടുക്കണം. അമ്മയും കുഞ്ഞിനെയും വൃത്തിയുള്ള സാഹചര്യത്തിൽ പരിപാലിക്കേണ്ടതാണ്. അതുപോലെ മുലപ്പാൽ കുടിക്കുന്നതിന് മുമ്പും കുടിച്ച ശേഷവും ആ ഭാഗങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിച്ച് മറ്റൊരു രോഗങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതെ അവരെ അതുപോലെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിന് കുടിക്കാൻ വേണ്ടത്ര മുലപ്പാൽ പ്രകൃതി തന്നെ നൽകുന്നതാണ്. അത് വളരെ ചുരുക്കം ചില കേസുകളുണ്ട് മുലപ്പാൽ ലഭിക്കുന്നില്ല എന്നുള്ളത്. അമ്മ നല്ല രൂപത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ഇലക്കറികൾ പോലുള്ള പോഷക ആഹാരങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്താൽ മുലപ്പാൽ വർദ്ധിക്കുന്നതായിരിക്കും. പിന്നെ കൂടെ കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെയും പാല് അമ്മയ്ക്ക് കിട്ടുന്നതാണ്. പിന്നെ അങ്ങനെയൊക്കെ കുഞ്ഞിന് വേണ്ടുന്ന മുലപ്പാൽ ഒരമ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ്. 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ. 6 മാസത്തിന് ശേഷം മുലപ്പാലിനോടൊപ്പം മറ്റാഹാരങ്ങളും കൊടുത്തു തുടങ്ങാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ വളരെ ചുരുക്കമായിട്ടാണ് മുലപ്പാൽ ഊട്ടരുതെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കാവുള്ളൂ.
അതുപോലെ നേരിട്ട് മുലപ്പാൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ ശേഖരിച്ചു വെച്ചും കുഞ്ഞിന് മുലപ്പാൽ നൽകാവുന്നതാണ്. കഴിവതും ബോട്ടിലിലൂടെയൊന്നും മുലപ്പാൽ നൽകാതിരിക്കുക. കപ്പോ സ്പൂണോ ഗ്ലാസ്സോ മറ്റോ ഉപയോഗിച്ച് നൽകുക. മുലപ്പാൽ നൽകുന്ന സ്പൂണും ഗ്ലാസും പാത്രങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക. മുലപ്പാൽ നൽകുന്നവരുടെ കൈകളും മറ്റും അങ്ങനെ ഗ്ലാസ്സിലോ കപ്പിലോ ശേഖരിച്ച് നൽകേണ്ടി വരുന്നുണ്ടെങ്കിൽ വരുന്നവരുടെ കൈകളും മറ്റും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ്, മുലപ്പാൽ കുഞ്ഞിൻ്റെ ഔദാര്യമല്ല, അവകാശമാണ്. അങ്ങനെ അവകാശപ്പെട്ട ഒരാഹാരം കുഞ്ഞിന് നമ്മൾ നിഷേധിക്കരുത്. അത് അവന് അല്ലെങ്കിൽ അവൾക്ക് അത് ലഭിക്കുക തന്നെ വേണം. അപ്പം മുലപ്പാൽ ഒരു കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തിക്കും ബുദ്ധിക്കും എല്ലാം തന്നെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആഹാരമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുലപ്പാൽ കുഞ്ഞിന് നൽകേണ്ട ആ സാഹചര്യങ്ങളിലും ആ കാലഘട്ടത്തിലും നൽകുക തന്നെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അംഗൻവാടിക്കാരൊക്കെ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക. മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയമായി ഞാൻ വരുന്നതായിരിക്കും.